ഹോമിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ CDAT-നെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ഇന്നത്തെ ടോപ്പിക് ആരോഗ്യ അനുബന്ധ മേഖല അവസരങ്ങളുടെ അക്ഷയഖനി എന്ന ടോപ്പിക്കിൽ സിജിയുടെ തന്നെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള നിസാർ സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ശ്രവിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി രക്ഷിതാക്കൾക്കും സിജിയുടെ അംഗങ്ങൾക്കും എൻ്റെ എളിയ സ്വാഗതം. സാർ ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് രണ്ട് ഭാഗമായിട്ടാണ് ഈ സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ബ്രീഫായിട്ട് എന്താണ് ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ്, അതേപോലെ ഹെൽത്ത് കെയർ പ്രൊഫഷൻസ്, ഇതെന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ ആദ്യം തരും. അത് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അപ്പം നേരിട്ട് നിങ്ങൾക്ക് അത് ചോദിക്കാൻ, പാർട്ടിസിപ്പൻസിന് നേരിട്ട് ചോദിക്കാനുള്ള അവസരവും അത് കഴിയുന്നത്ര ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ള അവസരവും കൂടി ഇതോടൊപ്പം നൽകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയ നിവാരണത്തിന് കൂടുതൽ സമയം ചെലവഴിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇന്ന് എഞ്ചിനീയറിങ് ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തിയോടുകൂടി ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഇപ്പൊ തിരിയുന്നത് ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസിലേക്കാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രിക്കൽ ആ പേരിൽ തന്നെയുണ്ട്. അതുപോലെ കെമിക്കൽ, രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമുക്ക് പേര് കേട്ടാൽ തന്നെ സൂചന കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അലൈഡ് ഹെൽത്ത് കോഴ്സസിലെ പലതും പേര് കൊണ്ട് ആൾക്കാർക്ക് തിരിയുന്നില്ല, അത് എന്താണെന്നുള്ള മനസ്സിലാവുന്നില്ല. എന്താണ് ഓക്യുപേഷണൽ തെറാപ്പി, എന്താണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജി, ഇതുപോലുള്ള ചിലതൊക്കെ കുറെ ഫാൻസി നെയിംസ് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളൊരു പേര് കേട്ടിട്ടാണോ പോകേണ്ടത്, അതോ അതിലുള്ള നമ്മുടെ അഭിരുചി ഒന്നാമത്. രണ്ടാമത് അതിൽ വരുന്നത് ഇതിൽ എത്രമാത്രം ജോലി സാധ്യതയുണ്ട്, ഈ കോഴ്സ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവരുണ്ടോ, അതോ കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ നമ്മെ വന്ന് പെറുക്കി കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടോ, അതേപോലെ തന്നെ എത്രമാത്രം സാലറി നമ്മുടെ നാട്ടില് അതേപോലെ വിദേശത്തും ലഭിക്കുന്നുണ്ട്, നാട്ടിലാണോ വിദേശത്താണോ കൂടുതൽ ഇതിന് ഡിമാൻഡ് ഉള്ളത്, ഇതുപോലുള്ള കാര്യങ്ങൾ പലർക്കും ഒരു വ്യക്തതയില്ല. അപ്പോൾ അതിന് വ്യക്തത ഉണ്ടാക്കുന്നതിന് കൂടിയാണ് ഇന്നത്തെ ഈ സെഷൻ. പണ്ടൊക്കെ പാരാമെഡിക്കൽ എന്നായിരുന്നു പൊതുവെ ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസിന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനമായിട്ടുള്ള ഈ മേഖല നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റെഗുലേറ്ററി അതോറിറ്റി വന്നിട്ടുണ്ട്. അതാണ് NCAHP, നാഷണൽ കൗൺസിൽ ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ്. ഈ ഒരു നാഷണൽ കൗൺസിലാണ് ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസിനെ കംപ്ലീറ്റ് അതിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പഠന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൊഫഷണൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പക്ഷേ എല്ലാ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസും ഇതിൻ്റെ കീഴിൽ വരുന്നില്ല. അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് മുമ്പ് നമ്മൾ പാരാമെഡിക്കൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ രംഗത്തെ ഇന്ന് പാരാമെഡിക്കൽ എന്നല്ല വിളിക്കുന്നത്, മറിച്ച് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ്, അലൈഡ് ആൻഡ് ഹെൽത്ത് പ്രൊഫഷൻസ് എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു അലകും പിടിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന മാറ്റങ്ങളും നമ്മളൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് ഈ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്? ഈ പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും, ഇന്ത്യയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഈ എമർജൻസി സിറ്റുവേഷൻസിൽ അവിടെ പോയിട്ട് അടിയന്തരമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന ആളുകളെയാണ്. ഉദാഹരണത്തിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ അവിടെ ഓടിയെത്തുക പാരാമെഡിക്സ് ആണ്. അവര് ആസ്പത്രിയിൽ എത്തുന്നത് വരെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്സ് കൊടുക്കുന്ന ആളുകളാണ് പാരാമെഡിക്സ് എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. പക്ഷെ ഇന്ത്യയിൽ അവരെ നമ്മൾ എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റ് എന്നാണ് നമ്മൾ അവരെ പൊതുവെ വിളിക്കുന്നത്. അതിപ്പം മാറി ഇനി ഇവിടെയും EMT അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റിനെ ഇവിടെയും പാരാമെഡിക് എന്ന പേരിൽ അടുത്ത് തന്നെ അറിയപ്പെടും. അങ്ങനെയുള്ള ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ EMT ഓർ പാരാമെഡിക് ആണ് ഇന്ന് അറിയപ്പെടുന്നത്. അത് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിലെ ഒരു ശാഖ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള ശാഖകൾ എന്തൊക്കെയാണ്? അതായത് ഈ ആരോഗ്യ രംഗം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഉത്തരം, നമ്മൾ രണ്ടുപേര് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? സുഖം തന്നെയാണോ? സുഖന്യാണോ? സുഖമാണോ? അപ്പോൾ മറ്റുള്ളവരും നല്ലത്, അല്ലെങ്കിൽ തിരക്കേടില്ല, അല്ലെങ്കിൽ ചെറുതായിട്ട് ഞാൻ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, കുറച്ച് പ്രായമുള്ളവരൊക്കെ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് ഒരാളുടെ ആരോഗ്യമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളത് ഇംഗ്ലീഷിലെ വളരെ പ്രമാദമായിട്ടുള്ള ഒരു ചൊല്ലാണ്. അപ്പം ആരോഗ്യം പോയാൽ എല്ലാം പോയി. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവറിഥിങ് ഈസ് ലോസ്റ്റ്. വെൽത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഫെയ്റ്റലാവും, നമ്മൾ ജീവനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത് മർമ്മ പ്രധാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ തൊഴിലുകൾക്ക് എന്നും ആവശ്യക്കാരുണ്ടാകും, എന്നും പ്രാധാന്യമുണ്ടാകും, എന്നും തൊഴിൽ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ പറയുന്നത്, നമ്മൾക്ക് മനുഷ്യനിൽ ജീവനോട് ആഗ്രഹമുള്ളിടത്തോളം കാലം ഹെൽത്ത് പ്രൊഫഷണൽസിനെയും ഇവിടെ ഈ നാട്ടിൽ ആവശ്യമുണ്ടാവും. മുമ്പൊക്കെ ആരോഗ്യ രംഗം എന്ന് പറയുമ്പോൾ അതിൽ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കാനുമുള്ള കാര്യങ്ങളിൽ വെറും ഒരു മരുന്ന് കൊടുക്കുക എന്നതിലപ്പുറം ഒരുപാട് പ്രവർത്തനങ്ങൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ആരോഗ്യം പുഷ്ടിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ, അതിൽ ഒരുപാട് ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻ വന്നെന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടൂൾസ് മുതലുള്ള സാങ്കേതിക വിദ്യകൾ നല്ലവണ്ണം ഇതിൽ പ്രാവർത്തികമാകാൻ തുടങ്ങിയതോടു കൂടി തന്നെ വെറും ഡോക്ടർ, നേഴ്സ്, ഫാർമസിസ്റ്റ് എന്നുള്ളതിൽ നിന്ന് അപ്പുറം ഒരുപാട് ടെക്നിക്കൽ എക്സ്പേർട്സ്, അതുപോലെ തെറപ്പിസ്റ്റിനെ ഒക്കെ ഈ രംഗം ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വെറും ഒരു ഡോക്ടർക്കപ്പുറം ഒരുപാട് വിദഗ്ധര് അടങ്ങിയ ഒരു സംഘമാണ് ഇന്ന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ലോകം. നാളെ പോകും തോറും ഇതുപോലുള്ള ഈ സ്പെഷ്യലിസ്റ്റുകൾ അവരുടെ വൈദഗ്ധ്യം, സാങ്കേതിക വൈദഗ്ധ്യം ഒക്കെ കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സ്പേർട്ടുകളെ ധാരാളമായിട്ട് ആരോഗ്യ മേഖല ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒരു ആരോഗ്യ മേഖലയ്ക്ക് അത് ഒന്ന് കൊടുക്കുവാൻ വേണ്ടി ഒരുപാട് കോഴ്സസ്, ഈ കോഴ്സസ് ഏതെല്ലാമാണ്? പൊതുവെ ആരോഗ്യ രംഗത്ത് ഡോക്ടേഴ്സ്, അതായത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, മോഡേൺ മെഡിസിനിലെ MBBS, ആയുർവേദത്തിൽ നമുക്കറിയാം BAMS,
ഹോമിയോ ആണെങ്കിൽ BHMS, യുനാനി, നാച്ചുറോപ്പത്തി, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള അംഗീകൃത ഡോക്ടർ ബിരുദങ്ങൾ. ഇവർ രോഗികളെ നേരിട്ട് ചികിത്സിക്കുന്ന ആളുകളാണ്. ഇത് കൂടാതെ പരിചരിക്കുന്ന നഴ്സുമാര്, അതുപോലെ ഫാർമസിസ്റ്റുകള്, അതിൽ പല്ല് ചികിത്സ, ദന്ത ചികിത്സകര്, ഇത്രയും ആളുകളെ ഒഴിച്ച് നിർത്തി ബാക്കിയുള്ള ആളുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ഹെൽത്ത് ആൻഡ് അലൈഡ് പ്രൊഫഷണൽസ് എന്നുള്ളത്, AHP. അപ്പോൾ പാരാമെഡിക്കൽ എന്നുള്ള പദം പോയി. അതിന് പകരം ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത് നിയമപരമായി തന്നെ AHP എന്നാണ്. പാരാമെഡിക്സ് പോയിട്ട് AHP ആയി. AHP ബ്രോഡ് കാറ്റഗറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഡോക്ടേഴ്സ്, അതുപോലെ ഫാർമസിസ്റ്റ്, നഴ്സുകളൊക്കെ പൊതുവെ ഇതിൽ ഉൾപ്പെടുത്തി കാണാറില്ല. അത് ഒഴിച്ച് ബാക്കി എല്ലാവരും വരുന്നത് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്നാണ്. അപ്പോൾ അതിൽ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ 2 കാറ്റഗറി ഉണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോകാമോ ഹസൻ? യെസ്. അതിൽ ഈ കോഴ്സസ് എന്ന് പറയുന്നത് PG കോഴ്സസ് ഉണ്ട് ഏറ്റവും ടോപ്പിൽ, അതുപോലെ PhD ഉണ്ട്, PG കഴിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സസ് ഉണ്ട്. ഡിഗ്രി കോഴ്സസ് മോസ്റ്റ്ലി 4 years ആണ്. ഇപ്പോൾ ചില കോഴ്സുകൾ 5 years ഉണ്ട്, 4 to 5 years. മോസ്റ്റ്ലി 4 years ആണ്. 6 months to 1 year ഇന്റേൺഷിപ്പ് ഉണ്ടാവും. പിന്നെ ഡിപ്ലോമ കോഴ്സസ്, അത് 2 years, ഒരു കോഴ്സ് മാത്രം 3 year ഉണ്ട്, ബാക്കിയൊക്കെ 2 years ആണ്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സസും ഉണ്ട്, SLC കഴിഞ്ഞ് പോകാൻ പറ്റുന്ന ആയുർവേദ ഫാർമസി, ഹോമിയോ ഫാർമസി, ഇതുപോലത്തെ ചില കോഴ്സുകൾ 1 year സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. സ്കോപ്പ് എന്ന് പറയുന്നത് കോഴ്സിനല്ല, വ്യക്തികൾക്കാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. എങ്കിലും അഭിരുചി വളരെ പ്രധാനമാണ്. ഇപ്പോൾ ചില പ്രൊഫഷൻസിനെ നല്ല ക്ഷമ, സഹാനുഭൂതി, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, ഇതൊക്കെ വേണ്ടി വരും. ചില പ്രൊഫഷൻസിനെ നമ്മൾ സൂക്ഷ്മതയും ജാഗ്രതയും, അറ്റൻഷൻ ടു ദി ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ലാബ് ടെക്നോളജി പോലുള്ളവർക്ക് വളരെയധികം സൂക്ഷ്മത, ഒരു ഇത്തിരി തെറ്റിപ്പോയി കഴിഞ്ഞാൽ റിസൾട്ടിന് മാറിപ്പോകും. പിന്നെ തെറപ്പി, സ്പീച്ച് തെറപ്പി, ഓക്യുപേഷൻ തെറപ്പി, ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ക്ഷമയും സഹാനുഭൂതിയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ വിവിധ പ്രൊഫഷൻസിന് വിവിധ തരത്തിലുള്ള അഭിരുചി പ്രധാനമാണ്. രണ്ടാമത് നോക്കേണ്ടത് ഇതിന് എത്രമാത്രം തൊഴിൽ ലഭ്യത, ജോബ് ഓപ്പണിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും ഒരേപോലെ ആയിരിക്കില്ല. ചില കാലത്ത് ചിലതിന് വളരെ കൂടുതലുണ്ടാവും, ചിലതിന് വളരെ കുറഞ്ഞിരിക്കും. അത് നമ്മൾ തന്നെ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കൗൺസിലേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. പിന്നെ എവിടൊക്കെയാണ് ജോലി? ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, അതുപോലെ തന്നെ ചില NGOs, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇവിടേക്കാണ് പ്രധാനമായിട്ടും തൊഴിൽ ലഭിക്കുക. ചില പ്രൊഫഷൻസ് നമുക്ക് പ്രത്യേക സ്ഥാപനത്തിൽ പോകാതെ നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് രോഗികളെ ട്രീറ്റ് ചെയ്യാം. ക്ലിനിക്ക് ഇട്ടിട്ട്, ഡോക്ടർമാരെ പോലെ തന്നെ ക്ലിനിക്ക് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം. അവരെയാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. NCAHP ആക്ട്, നാഷണൽ കൗൺസിൽ ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷന്റെ നിയമമായിട്ട് തന്നെ വന്നു. അത് പ്രകാരം 2 തരം പ്രൊഫഷണൽസിനെ ഇതിൽ ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, 2 അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പഠിക്കുകയും ഡയറക്റ്റായിട്ട്
ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു ഡോക്ടർ പോലെ തന്നെ നേരിട്ടിട്ട് ഫസ്റ്റ് ഹാൻഡ് അപ്രോച്ച്, പേഴ്സൺസ് ഓഫ് കോണ്ടാക്ട്, പേഴ്സൺസ് ഓഫ് ഫസ്റ്റ് കോണ്ടാക്ട്. മറ്റത് ചില കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന്റെ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരുടെ ഉപദേശം അനുസരിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ പേഴ്സൺസ് ഓഫ് ഫസ്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്ന പ്രൊഫഷണൽസിനെ നേരിട്ട് തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക്, ക്ലയൻസിനെ നേരിട്ട് അവരെ ബന്ധപ്പെടാനും അവർക്ക് ആവശ്യമായിട്ടുള്ള അസസ്മെന്റ് നടത്താനും ട്രീറ്റ്മെന്റ് പ്ലാന് നിശ്ചയിക്കാനും അതനുസരിച്ചിട്ടുള്ള ചികിത്സ നടത്തുവാനും അവർക്ക് അധികാരമുണ്ട്. ആരൊക്കെയാണ് ഇങ്ങനെ സ്വന്തമായി ക്ലിനിക്ക് വേണമെങ്കിൽ സ്വന്തമായി ക്ലിനിക്കിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെന്ന് ആദ്യം നോക്കാം. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സൈക്കോതെറപ്പിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റ്, ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻ, സ്പോർട്സ് ആൻഡ് എക്സസൈസ് സ്പെഷ്യലിസ്റ്റ്, ഓപ്റ്റോമെട്രിസ്റ്റ്. ഇവർക്കൊക്കെ ഇതേപോലെ പേഴ്സൺസ് ഓഫ് ഫസ്റ്റ് കോണ്ടാക്ട് എന്നുള്ള ലേബലുണ്ട്. ഇതിൽ രണ്ട് കൂട്ടർ, ഒന്ന് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, പിന്നൊന്ന് ഫിസിയോതെറപ്പിസ്റ്റ്. ഇവർക്ക് DR എന്ന് പേരിന് മുമ്പിൽ ചേർക്കുകയും ചെയ്യാം. ഡോക്ടർ എന്ന് ശേഷം പേരെഴുതി അതിൻ്റെ തൊട്ട് പേരിന് ശേഷം അതിൽ PT അല്ലെങ്കിൽ OT എന്ന് ബ്രാക്കറ്റിൽ ചേർക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഉദാഹരണത്തിന് നിർമ്മൽ എന്ന് പറയുന്ന ഒരാള് ഫിസിയോതെറാപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പാസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് ഡോക്ടർ നിർമ്മൽ എന്ന് എഴുതിയതിനു ശേഷം ബ്രാക്കറ്റിൽ PT എന്ന് എഴുതി വെക്കാം. അതിൽ ഓക്യുപേഷൻ, ഈ നിർമ്മൽ ഇനി ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഡോക്ടർ നിർമ്മൽ ബ്രാക്കറ്റിൽ OT. അങ്ങനെയാണ് അവര് ടൈറ്റിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് വിവിധ പ്രൊഫഷൻസ് ഏതൊക്കെയാ നോക്കാം. ഇന്നിപ്പം ഇന്ത്യയിലും വിദേശത്തും ഒരേപോലെ ഡിമാൻഡുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കാം. ഈ പൊതുവെ ഈ നഴ്സസ് പോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർക്കാണ് ഏറ്റവും കൂടുതൽ, ഡോക്ടർമാരാണ് ഇതിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇന്ത്യയിൽ. എന്നാൽ വിദേശത്ത് ഡോക്ടർമാരെ പോലെ തന്നെ റെസ്പെക്റ്റും അതേപോലെ റെമ്യൂണറേഷനും, രണ്ട് R, റെസ്പെക്ട് ആൻഡ് റെമ്യൂണറേഷൻ, സാലറി ആൻഡ് സ്റ്റേറ്റസ്, രണ്ട് SS പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേപോലെ ഡോക്ടേഴ്സിന്റെ അത്ര തന്നെ ഏകദേശം കിട്ടുന്നുണ്ട് വിദേശങ്ങളിൽ. അതുകൊണ്ട് തന്നെ പലരും അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സ് കഴിഞ്ഞ് അത്യാവശ്യം എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ വിദേശത്തേക്ക് വച്ച് പിടിപ്പിക്കുന്നതാണ് കാണുന്നത്. ഇവിടുത്തെ 5 ഇരട്ടി അതിലും കൂടുതലൊക്കെ സാലറിയും അതേപോലെ ഉയർന്ന റെസ്പെക്റ്റും കിട്ടുന്നുണ്ട്. അതിന് ചില രാജ്യങ്ങളിൽ ചില കോഴ്സുകൾ കഴിഞ്ഞ് ഇത്ര എക്സ്പീരിയൻസ് വേണമെന്ന് പറയും. ചില കൺട്രീസിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ മൊത്തത്തിൽ 2 years എക്സ്പീരിയൻസ് ആണ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസിന് ചോദിക്കുന്നത്. ഈ 2 വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് അവിടെയുള്ള ടെസ്റ്റ് ഉണ്ട് അവിടുത്തെ മിനിസ്ട്രിയുടെ. ഇപ്പോൾ ദുബായിലാണെങ്കിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റി, മറ്റു എമിറേറ്റ്സ് ആണെങ്കിൽ UAE MOH മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ഇതുപോലെ വിവിധ GCC കൺട്രീസിൽ അവരുടേതായിട്ടുള്ള കൗൺസിൽസ് ഉണ്ട്, ഈ റെഗുലേറ്ററി കൗൺസിൽസ്. അപ്പോൾ അവർ ടെസ്റ്റ് പാസ്സാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലൊക്കെ പ്രത്യേക എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല, ബട്ട് അവിടെയുള്ള ടെസ്റ്റുകൾ എഴുതേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം UK പോകുന്നുണ്ടെങ്കിൽ HCPC, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൗൺസിൽസ്, അത് നടത്തുന്ന ടെസ്റ്റ് പാസ്സാക്കേണ്ടതുണ്ട്. അതിന് ആദ്യം കുറച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിനുശേഷം ടെസ്റ്റിൽ അവിടെ രജിസ്ട്രേഷനുള്ളൂ. നേരെ മറിച്ച് പക്ഷെ അതിന് കുറേ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ പിടിക്കാനൊക്കെ ഉണ്ട്. അതേപോലെ ഓസ്ട്രേലിയ ആണെങ്കിൽ APRA, ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രൊഫഷണൽസ് രജിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട APRA എന്ന് പറയുന്ന ഒരു കൗൺസിലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യണം. കുറച്ചുകൂടി UK-നേക്കാളും കുറച്ചുകൂടി ടഫറാണ് ഓസ്ട്രേലിയയിൽ. വേറെ ചില രാജ്യങ്ങളിൽ കാനഡ,
PG ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. യു കെയിലും ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലും PG വേണ്ട. എന്നാൽ ഇവിടെ കാനഡയിൽ PG ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ USA ഇപ്പൊ PGയും അത് കൂടാതെ ഡോക്ടറേറ്റ് കൂടി അവർ ഇപ്പം ഏകദേശം അതിന്റെ ചർച്ചയിലാണ്. കുറെ കൂടി ഹയർ ലെവൽ ഓഫ് ലേണിംഗ് ആൻഡ് സ്റ്റഡി ആവശ്യമാണ് ഇഫ് യു ആർ പ്ലാനിങ് ഫോർ കാനഡ ഓർ USA. മറ്റുള്ള കൺട്രീസിൽ അത് ആവശ്യമില്ല. ഈ നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്നിപ്പോൾ ഒരുപാട് ഷോർട്ടേജ് പ്രൊഫഷൻസ് ആണ് ഇന്ത്യയിലും അതേപോലെ വിദേശത്തൊക്കെ. ഈ ഓക്യുപേഷണൽ തെറാപ്പിക്ക് ഒരുപാട് ഒഴിവുകളുണ്ട്. ഇത് എന്താണ് ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പേരൊന്നും മനസ്സിലാവില്ല. പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. ഓക്യുപേഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെ മനസ്സിൽ ഒരു ജോലി എന്നുള്ളതാണ് നമുക്ക് വരുന്നത്, ഒരു ജോബ് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ഓക്യുപേഷണൽ തെറാപ്പിയിൽ ഓക്യുപേഷൻ എന്ന് പറയുമ്പോൾ ജോലി എന്ന് പറയുന്നത് നമ്മുടെ സമയം ഓക്യുപ്പൈ ചെയ്യുന്ന എന്തും ഒരു ഓക്യുപ്പേഷനാണ്. ADL എന്ന് പറയും, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ്. നിത്യജീവിതത്തിൽ റൂട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് നമ്മൾ ഉണർന്നാൽ പോരാ, കട്ടിൽ നിന്ന് എഴുന്നേൽക്കണം, അത് കഴിഞ്ഞ് നമ്മൾ നടക്കണം, പല്ല് തേക്കണം, കുളിക്കണം, ഡ്രസ്സ് ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം, ഡ്രൈവ് ചെയ്യണം, സ്വിം ചെയ്യണം, എഴുതണം, വായിക്കണം. ഇതുപോലെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നു എന്ന് നമ്മുടെ ഒരു ഉപബോധ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ ഒരുപാട് നമ്മൾ ഫിസിയോളജിക്കലും സൈക്കോളജിക്കലുമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കണമെങ്കിൽ 10-40 മസിലുകൾ പല ഭാഗത്തായിട്ട് ചലിക്കണം. അപ്പോൾ അതിനുള്ള ഓർഡർ നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ കൂടി ബ്രെയിനിൽ പോകണം. ബ്രെയിനിൽ തിരിച്ചിട്ട് ഓരോ ഓർഗനും ഓരോ മസിലിനും ഇതിനുള്ള അത് റിലാക്സ് ചെയ്യണോ സ്റ്റിഫ് ആവണോ എന്നുള്ളൊക്കെ ഓർഡേഴ്സ് പോകണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുകിൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിലോ നമ്മൾ മെന്റൽ തോട്ട് പ്രോസസ്സിലോ സൈക്കോളജിക്കലോ ഏതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എണീക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നടക്കുന്നതും ഈവൻ ഡ്രസ്സ് ബട്ടൺ ചെയ്യുന്നതും കുളിക്കുന്നതും ഇതൊക്കെ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും ഒരു ചെറിയൊരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ വി വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയമേവ നമുക്ക് തന്നെ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, അപ്പോൾ അതിന് 2 തരത്തിൽ. ആദ്യം ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് നമ്മളെ അസസ് ചെയ്യും, എന്തൊക്കെയാണ് ഇദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ട്, എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, അത് കഴിഞ്ഞ് അത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഒന്നുകിൽ ഈ ഒരു ഡിഫിക്കൽറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും, ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ ഡിവൈസസ് കൊണ്ട്, അല്ലെങ്കിൽ എക്സസൈസസ് കൊണ്ട്, അല്ലെങ്കിൽ തെറാപ്പിയിലും സൈക്കോ തെറാപ്പിയിലൂടെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാറ്റി കൊടുക്കാനൊക്കെ ചിലപ്പോൾ എക്സസൈസിലോ അല്ലെങ്കിൽ ഇതേപോലെ സൈക്കോ തെറാപ്പിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസസ് ഉപയോഗിച്ചിട്ടോ അവരുടെ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യാനും അതുപോലെ തന്നെ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുവാനും. അത് ചിലപ്പോൾ ബുദ്ധിമാന്യമുള്ള ഈ ഡെവലപ്മെന്റ് ഡിലേ ഉള്ള കുട്ടികളായിരിക്കാം, അതല്ലെങ്കിൽ പ്രായമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചതിന് ശേഷം വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മാരകമായ ക്യാൻസർ, ഹാർട്ട് പോലുള്ള ഡിസീസസ് കൊണ്ട് ഒക്കെ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. ചിലപ്പോൾ സൈക്കോളജിക്കൽ ബാരിയർ കൊണ്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ ഇടപെട്ട് അവരുടെ ലൈഫ് ഹാപ്പി ആക്കി ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു നേരത്തെ 4.5 year ആയിരുന്നു, അതിപ്പം 5 year ആയിട്ടുണ്ട്, 5 years ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ ആളുകൾ പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ എൻ്റെ ഒരു മകൾ കഴിഞ്ഞ വർഷമാണ് ഓക്യുപേഷൻ തെറാപ്പി കോഴ്സ് കഴിഞ്ഞത്. അവൾക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ 50,000 പ്ലസ് അക്കോമഡേഷൻ. ഇപ്പോൾ ഒരു കൊല്ലം പൂർത്തിയായപ്പോൾ അവൾക്ക് വേറെ സ്ഥലത്ത് നിന്ന് 55,000 പ്ലസ് അക്കോമഡേഷൻ ഓഫർ വന്നിട്ടുണ്ട്.
അപ്പോൾ പക്ഷേ ഇതിപ്പോൾ എല്ലാ കാലവും ഇതേപോലെ തുടരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലത്തെ ഈ കോഴ്സുകളുള്ളൂ. പക്ഷേ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരുപാട് കോളേജസിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ കോഴ്സ് വന്നു. അതുകൊണ്ട് ഇത് എപ്പോഴും ഇതേപോലെ നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ അടുത്ത ഒരു 5 വർഷം വരെ ഇതിനുള്ള ഡിമാൻഡ് നല്ലവണ്ണം ഉണ്ടാവും, ഇന്ത്യയിൽ ആസ് വെൽ ആസ് ഔട്ട്സൈഡ്, എസ്പെഷ്യലി UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ ഗൾഫ് കൺട്രീസിലൊക്കെ, പ്രത്യേകിച്ചിട്ട് ഈ പീഡിയാട്രിക് രംഗത്തും അതുപോലെ ന്യൂറോ ഇതുപോലെ രംഗത്തൊക്കെ ഇതിൻ്റെയൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കുട്ടികളുടെ ആണെങ്കിൽ ന്യൂറോ, അതായത് പൊതുവെ ഈ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഡിലേ വരുന്ന കുട്ടികളുണ്ടല്ലോ, മെന്റലി ചാലഞ്ച്ഡ്, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പീഡിയാട്രിക്. പിന്നെ ന്യൂറോ, മസ്കുലർ, ഇങ്ങനെ സൈക്കാട്രിക്, ഇതുപോലെ വ്യത്യസ്ത സ്പെഷ്യാലിറ്റീസിൽ വേണമെങ്കിൽ ഈ 5 ഇയർ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 ഇയർ PG എടുക്കാം. അക്കാഡമിക്സിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ PG എടുക്കാം. ഇനി PG ഇല്ലാതെ തന്നെ ഇപ്പം ഇഷ്ടംപോലെ അവർക്ക് ജോലി സാധ്യതയുണ്ട്. ക്ലിനിക്കിലും അതുപോലെ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് മെയിനായിട്ട് ഇവർക്ക് ജോലി വരിക. അവിടെ മിക്കവാറും നല്ലൊരു ടീം ഉണ്ടാവും. ഒരു ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ഉണ്ടാവും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. പിന്നെ അതുകൂടാതെ ചില സ്ഥലത്ത് ഓർത്തോട്ടിക്സ് ആൻഡ് പ്രോസ്തെറ്റിസ്റ്റ് ആൻഡ് ഓർത്തോട്ടിക്സ്, അതായത് ആർട്ടിഫിഷ്യൽ ലിംബ്സ്, കൃത്രിമ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനെ ഫിറ്റ് ചെയ്യും, അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഓർത്തോട്ടിക്സ്. അതിനെ പറ്റി പിന്നീട് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടീം ആയിട്ട് പ്രവർത്തിക്കുന്ന സെറ്റിങ്സ് ആണ് മോസ്റ്റ്ലി ഈ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്. അതല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്ലിനിക്ക് ഇട്ടിട്ട് ഇത് മാത്രം ഈ സർവീസ് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ വീടുകളിൽ പോയി സർവീസ് കൊടുക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. പിന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പൊതുവെ MBBS കിട്ടിയില്ലെങ്കിൽ BDS, അതും ഇല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഇതായിരുന്നു ട്രഡീഷണൽ ആയിട്ട്. നമ്മുടെ അന്ന് ഒരു ലോകം വളരെ കുറവാണ്. ഈ പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കോഴ്സസ് മാത്രമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്നത് മാറി ഒരുപാട് വന്നു. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന മറ്റൊരു സാധനമാണ് ഫിസിയോതെറാപ്പി. എന്താണ് ഈ ഫിസിയോതെറാപ്പി? ഫിസിയോതെറാപ്പി ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ മൊബിലിറ്റി ഓഫ് ഓർഗൻസ്. മനുഷ്യന്റെ ശരീര ഭാഗങ്ങളുടെ അതിൻ്റെ ചലനവും അതേപോലെ വേദന കുറക്കുക എന്നുള്ളതാണ്. മസിൽസിനും അതുപോലെ സ്ഥലങ്ങളിലൊക്കെയുള്ള വേദന കുറക്കുകയും ആളുകളുടെ ചലനശേഷി പൂർവ്വസ്ഥിതിയിൽ ആക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. മിക്കവാറും ആളുകൾക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ആവശ്യമുണ്ട്. ഇതിൽ കുറെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി സ്പോർട്സ് രംഗത്ത് ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യം വരുന്നുണ്ട്. അതുപോലെ ഈ ഇൻഡിവിജ്വലായിട്ടും ടീമിനും ഒക്കെ കൊടുക്കുന്ന ഫിസിയോസ് ഉണ്ടാവും. അപ്പോൾ സന്തോഷ് ട്രോഫി ടീമിനുണ്ട്, ടെന്നീസ് ആണെങ്കിൽ ഓരോ പ്ലെയറിനുണ്ട്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു എന്ന് വെച്ചാൽ ഇതിലൊരു ഓവർ സാച്ചുറേഷൻ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് കോളേജസ് ഉണ്ട്, ഒരുപാട് ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പം എൻ്റെ തൊട്ടടുത്തുള്ള നഗരമായിട്ടുള്ള കർണാടകയിലെ മംഗലാപുരത്ത് നിന്ന് ഒരു വർഷം ഏകദേശം 1500 മേലെ ആളുകൾ ഇതിൽ മാത്രം ഡിഗ്രി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചെറിയൊരു ഗ്ലട്ട്, ഒരു ഓവർ സപ്ലൈ തൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ നല്ല താല്പര്യവും അഭിരുചിയും ഒക്കെ ഉള്ള ആളുകൾക്ക് സ്വന്തമായി ക്ലിനിക്ക് ഇട്ടിട്ടും അതുപോലെ വീട്ടിൽ സർവീസ് കൊടുത്തിട്ടും ഒക്കെ പോകാൻ പറ്റുന്നുണ്ട്. അടുത്ത സ്ലൈഡ് എടുക്കാമോ? ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കോ തെറാപ്പിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സാധാരണ സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ആദ്യമായിട്ട് സൈക്യാട്രിസ്റ്റും ഇത് തമ്മിലുള്ള വ്യത്യാസം കാണേണ്ടതുണ്ട്. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറാണ്. നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽ ഇംബാലൻസ് ഒക്കെ നോക്കിയിട്ട് മരുന്ന് വരെ തരുന്ന ആളുകളാണ് നമ്മൾ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ചിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ആള് മരുന്ന് തരുന്ന ആളല്ല. അദ്ദേഹം ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്.
അതിലത് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല. അപ്പം ആളുകളോട് സംസാരിച്ച് അവരെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള അതിനുള്ള തെറപ്പി, അതിന് അവർക്ക് പല ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ച് ആളുകളെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി അവരെ റെഗുലർ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജി. ഇത് കുറച്ചു കാലം മുമ്പ് ഉണ്ടാക്കിയ ഒരു PPT ആയതുകൊണ്ട് ഇതിൽ ചില അപ്ഡേഷൻ ആവശ്യമുണ്ട്. അപ്പം ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് 4-year ഡിഗ്രി കോഴ്സാണ്. ഇത് ഈ NCHPന്റെ അല്ല, RCAന്റെ കീഴിലാണ് വരുന്നത്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഈ കോഴ്സിന് അംഗീകാരം കൊടുക്കുന്നത്. ഏത് കോഴ്സും നടത്തുമ്പോൾ അതിൽ 2 തരം അംഗീകാരം, ഒന്ന് UGCന്റെ പൊതുവായിട്ടുള്ള അംഗീകാരം, അത് കൂടാതെ ഇതിന്റെ റെഗുലേറ്ററി ബോഡിയുടെ അംഗീകാരവും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി 4-year കോഴ്സാണ് ക്ലിനിക്കൽ സൈക്കോളജി. അതിന്റെ PG 2-year കോഴ്സാണ്. അപ്പോൾ 6 years പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് പ്രിറ്റി ലോങ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡീസ് ആവശ്യമുണ്ട്. അതല്ലാതെ നമുക്ക് 4-year കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ സാധാരണ സൈക്കോളജിസ്റ്റ് ആയിട്ടും ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ബിസിനസ് സൈക്കോളജിസ്റ്റ്, കരിയർ കൗൺസിലേഴ്സ്, ഇതുപോലെ മാരേജ് കൗൺസിലേഴ്സ്, ഫാമിലി കൗൺസിലേഴ്സ്, റിലേഷൻഷിപ്പ് കൗൺസിലർ, ഇതുപോലൊക്കെ 4-year ക്ലിനിക്കൽ സൈക്കോളജി കൊണ്ട് ചെയ്യാം. പക്ഷെ ഒരു റെഗുലർ സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 4-year പ്ലസ് 2-year PG കൂടി ആവശ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ ലോങ് ഇയേഴ്സ് ഓഫ് സ്റ്റഡി വേണം. പിന്നെ സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടാന്ന് വെച്ചാൽ ഇടാൻ പറ്റും, പക്ഷെ കുറച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ള കാര്യം. ചില ഇതിന് ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ മാതിരിയൊക്കെ പെട്ടെന്ന് കോഴ്സ് കഴിഞ്ഞ ഉടനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കുറച്ചും കൂടി സമയം എടുത്തുകൊണ്ട് ഈ ആർക്കിടെക്റ്റ്, അതേപോലെ ലീഗൽ പ്രൊഫഷണൽസ്, ലോയേഴ്സ്, ഇതൊക്കെ പോലെ കുറച്ച് സമയം എടുക്കും അതിൽ ടു എസ്റ്റാബ്ലിഷ് വൺ സെൽഫ് ആസ് എ പ്രൊഫഷണൽസ് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം സാധാരണ ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ 3-year ഡിഗ്രി കോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് എന്താവാൻ പറ്റില്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആവണമെങ്കിൽ ഒരാൾക്ക് 4-year ക്ലിനിക്കൽ സൈക്കോളജി ഡിഗ്രി അപ്രൂവ്ഡ് ബൈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അത് കഴിഞ്ഞിട്ട് അതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ, RCAയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഇൻഡിപെൻഡൻ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഇതുവരെ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഈ ഒരു അവസ്ഥയുള്ളത്. ഇതുവരെ RCAയുടെ അപ്രൂവലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും കേരളത്തിലില്ല. പുറത്ത് ഒരുപാട് സ്ഥാപനങ്ങളിൽ 4-year ക്ലിനിക്കൽ സൈക്കോളജി ഡിഗ്രി കോഴ്സ്, BSc ഓണേഴ്സ് എന്നാണ് എൻ്റെ ഒഫീഷ്യൽ പേര്, BSc ഓണേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി 4-year കോഴ്സാണ്. അതിൽ നല്ലോണം ഇന്റേൺഷിപ്പും ക്ലിനിക്കൽ എക്സ്പോഷറും ഉണ്ടാവും. അപ്പോൾ നല്ല ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷന്, അല്ലെങ്കിൽ അങ്ങനെ ടൈപ്പ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ ഈ കോഴ്സ് നടത്താൻ പറ്റുള്ളൂ. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ കോഴ്സ് നടത്താൻ സാധിക്കില്ല. പിന്നെ ഒന്നാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ. ഇത് ഓസ്ട്രേലിയ, UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള ഒരു പ്രൊഫഷണൽസ് ആണ്. അവർക്ക് ഈ സോഷ്യൽ വർക്കിൻ്റെ അതിൻ്റെ പാഠങ്ങളും അതോടൊപ്പം കുറച്ചൊക്കെ അവരെ മാനസിക പ്രശ്നങ്ങൾ, അതിൻ്റെ ഡയഗ്നോസിസ്, അതുപോലെ അവരെ കൂടെ നിന്നിട്ട് പേഷ്യൻ്റ് കെയർ, അവരെ ഫാമിലിനൊക്കെ കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ റീഹാബിലിറ്റേഷൻ പുനരധിവാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. അത് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. പ്രത്യേകിച്ച് PG ഒക്കെ കഴിഞ്ഞവർക്ക് വലിയ ഡിമാൻഡാണ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഉള്ളത്. അപ്പം നേരത്തെ ഇതിൽ MPhil എന്ന് കാണുന്നത്, ഇപ്പം MPhil ഇല്ല കേട്ടോ. MPhil എന്നുള്ള കോഴ്സ് തന്നെ ഇക്കൊല്ലത്തോട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, നമുക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ട് ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയ ആണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആൻഡ് ഓഡിയോളജിസ്റ്റ്. ഇതിന് 2 കൂടി ഒറ്റ കോഴ്സാണ്, BASLP എന്ന് പറയും.
ഞാൻ നേരത്തെ പറഞ്ഞ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിനും ഫിസിയോതെറാപ്പിസ്റ്റിനും 5 year ആണ്, ഇൻക്ലൂഡിങ് 1 year ഇന്റേൺഷിപ്പ്. വെറസ് BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി എന്ന് പറയുന്ന കോഴ്സിന് 4 കൊല്ലം പഠിച്ചാൽ, അതിൽ തന്നെ 1 കൊല്ലം ഫുൾ ഇന്റേൺഷിപ്പാണ്. അപ്പോൾ 3 കൊല്ലം മാത്രമേ കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. അത് മിക്കവാറും നമ്മളെ കഴുത്തിന് മുകളിലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കൂടുതൽ എംഫസിസ്. നമ്മളെ ഈ സംസാരം, ലങ്സും അതിൽ വരും. സംസാരിക്കണമെങ്കിൽ നമ്മൾ ലങ്സിൽ നിന്ന് എയർ ഇങ്ങോട്ട് പാസ് ചെയ്യണമല്ലോ. വിൻ പൈപ്പ് ഉണ്ട്, അതേപോലെ നമ്മളെ മൗത്ത്, ഇതേപോലെ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പൊട്ടന്മാരെ ഡോക്ടർ എന്ന് പറയും. സാധാരണക്കാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിനേക്കാൾ പറയാൻ കുറച്ച് എളുപ്പമാണ്. സ്പീച്ച് എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണല്ലോ. അപ്പോൾ സംസാര വൈകല്യമുള്ള ആളുകൾ, ഇപ്പോൾ വിക്ക് അതുപോലത്തെ അഡൽസിന് ഉണ്ടാവാം. കുട്ടികൾക്കാണെങ്കിൽ സാധാരണഗതിയിൽ 2 വർഷം കൊണ്ടാണ് നന്നായി സംസാരിക്കാൻ പറ്റുക. അപ്പോൾ ആ സമയത്ത് പോലും സംസാരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അതിനുള്ള അവരെ സംസാരിക്കാൻ അവരെ സഹായിക്കുന്ന, അതിന് ഒരുപാട് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഫോളിയോസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് അവരെ സഹായിക്കുന്ന ആളാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഇതേ കോഴ്സ് കഴിഞ്ഞ് അവർക്ക് ഇനി അതല്ലെങ്കിൽ അവർക്ക് ഓഡിയോളജിസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യാം. ശ്രവണ വൈകല്യമുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 2 മേഖലയിൽ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിനാണെങ്കിൽ നല്ല ക്ഷമയും സഹാനുഭൂതിയും ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഒക്കെ ആവശ്യമാണ്. നമ്മൾ ഓഡിയോളജിസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ആവശ്യമില്ല. കുറച്ചുകൂടി മെഷീൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവരുടെ സൂക്ഷ്മതയും കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഈ 2 ഡിസ്റ്റിങ് സെറ്റ് ഓഫ് പ്രൊഫഷൻസിലേക്ക് നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് പിരിയാം. ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലൊക്കെ ജനനം കഴിഞ്ഞ ഉടനെ ഹിയറിംഗ് ടെസ്റ്റ് കമ്പൽസറി ആണ്, ഇന്ത്യയിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിലും ഭയങ്കര ഡിമാൻഡാണ് ഓഡിയോളജിസ്റ്റിനുള്ളത്. സ്പീച്ച് തെറാപ്പിസ്റ്റിനും ഇതേപോലെ UK-ലും ദുബായിലും ഗൾഫ് കൺട്രീസിലൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. 4 കൊല്ലം കൊണ്ട് നമുക്ക്, മറ്റേത് 5 കൊല്ലമാണ്, ഇത് 4 കൊല്ലം കൊണ്ട് നമുക്കൊരു ഡിഗ്രി എടുത്ത് പിരിയാം. ഇന്ന് ഇന്ത്യയിലും ഒരുപാട് നിങ്ങൾ നോക്കിയാൽ കാണാം, സ്പീച്ച് തെറാപ്പിസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞ്, റിക്വയർഡ് എന്ന് പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കാണാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ടീമായിട്ടാണ് മിക്കവാറും വർക്ക് ചെയ്യുന്നുണ്ടാവുക റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഓഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രവണശക്തി പരിശോധിക്കുകയും അതിന് ആവശ്യമുള്ള ഡിവൈസസ്, ഹിയറിംഗ് എയ്ഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ BASLP കോഴ്സിന് ബയോളജി വേണ്ട. അധികം ആൾക്കാരുടെ ധാരണ എല്ലാ കോഴ്സിനും ബയോളജി വേണം എന്നുള്ളതാണ്. പക്ഷെ എല്ലാ അലൈഡ് പ്രൊഫഷൻസിനും ഹെൽത്ത് പ്രൊഫഷൻസിനും ബയോളജി ആവശ്യമില്ല. BASLPക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ് ആയാലും മതി. ഇത് തന്നെ ബയോളജി വേണം നിർബന്ധമില്ല. അപ്പോൾ ബയോളജി എടുക്കാത്തവർക്കും സയൻസ് ഗ്രൂപ്പ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BASLP എന്ന് പറയുന്നത്, സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഓക്കെ, അതുപോലെ ഓഡിയോളജി നിങ്ങൾക്കറിയാലോ, കൂടുതലും ഫിസിക്സും കാര്യങ്ങളാണ് അതിൽ വേണ്ടിവരിക. ഫൈൻ. അപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒരു ടീമായിട്ടാണ് ഇവരൊക്കെ വർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അതേപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഒരു സെറ്റ് ഓഫ് പ്രൊഫഷണൽസ് ആണ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻ. എന്താണ് ഈ അതേപോലെ ഇതും അങ്ങനെ തന്നെ. നമുക്ക് 3 year ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഇനി മുതൽ അതല്ല, ഇതൊരു 4 year ഹെൽത്ത് പ്രൊഫഷണൽ ഡിഗ്രിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിനിക്കൽ ഫെസിലിറ്റിയുള്ള സ്ഥലത്തെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഡയറ്റീഷ്യനൊക്കെ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ഈ 4 year 3 year കോഴ്സ് അല്ല, 4 year കോഴ്സ് തന്നെ ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ. എന്താ ഈ ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്? അതായത് ഡയറ്റീഷ്യൻ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏത് രോഗികൾക്ക്, ഇതേപോലെ ഹാർട്ട് പോലത്തെ അസുഖമൊക്കെയുള്ള രോഗികൾക്ക് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോലും എല്ലാ ഭക്ഷണം അവർ കൊടുക്കില്ല. ഈ ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ഫുഡ് മാത്രമേ കൊടുക്കുള്ളൂ. ഒരു ന്യൂട്രീഷനിൽ പൊതുവായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുള്ള ആളുകൾക്കൊക്കെ അതുപോലെ മറ്റുള്ളവർക്കൊക്കെ നമ്മൾ എങ്ങനെ ഒരു ഹെൽത്തി
ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്ന ആളാണ് ന്യൂട്രീഷനിസ്റ്റ്. അപ്പോൾ എല്ലാ ന്യൂട്രീഷനിസ്റ്റുമാരും ഡയറ്റീഷ്യൻ അല്ല, ഡയറ്റീഷ്യൻ നിന്ന് കുറച്ചുകൂടി ഹയർ എഡ്യൂക്കേഷനുള്ള ആളുകളാണ്. പിന്നെ അതേപോലെ എക്സസൈസ് ആൻഡ് സ്പോർട്സ് സയൻസ്, ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് പ്രത്യേക ഡിഗ്രി കോഴ്സുകളുണ്ട്. പ്രത്യേകിച്ചിട്ട് മണിപ്പാൽ കോളേജ് ഓഫ് ഹെൽത്ത് പ്രൊഫഷൻസ്, ശ്രീരാമചന്ദ്ര ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, ഈ 2 സെന്റേഴ്സിലാണ് സൗത്ത് ഇന്ത്യയിൽ ഇതേപോലെ എക്സസൈസ് ആൻഡ് സ്പോർട്സ് സയൻസിന് ഏറ്റവും നല്ല മികച്ച ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. നെക്സ്റ്റ് പ്ലീസ്. പിന്നീട് ഫാർമസിസ്റ്റ് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസിൽ വരുന്നില്ല. അതിന്റെ റെഗുലേറ്ററി ബോഡി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രത്യേകമായിട്ട് തന്നെ ഉണ്ട്. അതിലൊരു 6 ഇയർ കോഴ്സ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. അത് ഫോറിൻ കൺട്രീസിലൊക്കെ ഡോക്ടർ ഡയഗ്നോസിസ് മാത്രമേ ചെയ്യുള്ളൂ. പ്രിസ്ക്രിപ്ഷൻ ഓഫ് മെഡിസിൻ ഈസ് ഡൺ ബൈ എ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് അവിടെ മരുന്ന് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി +2 കഴിഞ്ഞ് 6 ഇയർ കോഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ B.Pharm കഴിഞ്ഞിട്ട് ഈ ഡിഗ്രിയിലേക്ക് പോകാം. അതാണ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലീസ്. അതും ഇന്ത്യയിൽ പൊതുവെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന് അങ്ങനെ ഡോക്ടേഴ്സ് അവരെ എൻകറേജ് ചെയ്യുന്നില്ല. അവരെന്നെ ഞങ്ങളെന്നെ ചെയ്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ 6 കൊല്ലം പഠിച്ചിട്ട് എത്രമാത്രം തൊഴിൽ സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. നഴ്സിംഗിനെയും നമ്മൾ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇപ്പം ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷനായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഡോക്ടറെ സഹായിക്കുന്ന, കൂടെ തന്നെ ഇരുന്ന് സഹായിക്കുന്ന ആളാണ്. അതിപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി, അതുപോലെ പ്രിലിംസ് എടുക്കുമല്ലോ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ ലെവൽ, ഇതൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ സഹായിക്കുക, പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ട്, അതുപോലെ നമ്മൾ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അത് 4 ഇയർ കോഴ്സാണ്. ഡോക്ടറെ കൂടെ തന്നെ ഇരുന്ന് സഹായിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. പിന്നെ വരുന്നത് അലൈഡ് ഹെൽത്ത്. ഇതൊക്കെ ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഒക്കെ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ സഹായിക്കുന്നതാണ്. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പേഴ്സൺസ് ഓഫ് ഫസ്റ്റ് കോണ്ടാക്ട് അല്ല, നമുക്ക് ഒരു സഹായിയായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിങ് സർവീസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൽ ഒന്നാണ് റീനൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, കിഡ്നി ഒക്കെ അസുഖമുള്ള ആളുകൾക്ക് ബ്ലഡ് ചേഞ്ച് ചെയ്യാനൊക്കെ സഹായിക്കുന്ന സെന്റേഴ്സ് ഉണ്ടല്ലോ, ഡയാലിസിസ് സെന്റേഴ്സ് എന്ന് പറയും, അവിടെയുള്ള വർക്ക്. അതിൻ്റെ മെഷീൻസിന്റെ മേൽനോട്ടവും ഇതേപോലെ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ്. അതിലൊക്കെ എത്രമാത്രം സാലറി കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് അവരായിട്ട് സംസാരിക്കുന്നത് നന്നായിരിക്കും. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ലാബില്ലാത്ത ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ല. അതുപോലെ നാട്ടിൻപുറത്തും ഏത് ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മെഡിക്കൽ ലാബ് കാണാം. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ സ്രവങ്ങളും രക്തവും ഒക്കെ പരിശോധിക്കുന്ന സ്പെഷ്യലിസ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് PGയിൽ നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. PhD വരെ പോകാനൊക്കെ പറ്റും. പക്ഷെ ഇന്ന് ഈ രംഗത്ത് ഒരുപാട് ഈ ഡിപ്ലോമക്കാർ ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ഡിഗ്രിക്കാർക്ക് വലുതായിട്ട് ഒരു ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കണം. മറ്റേത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടറെ സഹായിക്കുന്ന ആളാണ്. ടേബിൾ സെറ്റപ്പ് ചെയ്യാനും അതുപോലെ രോഗിയുടെ കാര്യങ്ങൾ നോക്കാനും പിടിക്കാനും മരുന്നൊക്കെ എടുത്തു വെക്കാനും ഒക്കെ സഹായിക്കുന്ന, മിക്കവാറും ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ഒക്കെ ഇന്ന് ടെക്നീഷ്യനെ വേണമെന്നൊക്കെ പറയും. കാരണം നല്ല ഇതുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് സൂക്ഷ്മത, ജാഗ്രത ഒക്കെ വേണ്ട ഒരു ഏരിയയാണ് അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ. അതിൻ്റെ അകത്ത് തന്നെ most of the time this person has to spend inside of operation theater. അധികം പൊതുജനങ്ങളായിട്ട് വലിയ ടച്ച് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടുതൽ സോഷ്യലായിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു താല്പര്യമുള്ള ആളുകൾക്ക് ഇത് അത്ര യോജിക്കില്ല. അകത്തന്നെ ഇരുന്ന് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തന്നെ ഇത് ചെയ്യണം. പിന്നെ എനി ടൈം കോൾ വരാം. കാരണം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലെ പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പം വിളിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പോകേണ്ടതായിട്ടും വരും എന്നുള്ളതും ആലോചിക്കുക. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് slide please. Yes, thank you. കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റ്, അത് ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ECG, എക്കോ, ട്രെഡ്മിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതും പ്രവർത്തിപ്പിക്കുന്നതും
അതേപോലെ ഒരു കാർഡിയോളജിസ്റ്റിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ സഹായിക്കുന്നത്. അപ്പോൾ തിയേറ്ററിന്റെ ഉള്ളിലും പുറത്തും വരാം. ഇപ്പോൾ എക്കോ എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്ററിലല്ലല്ലോ, പുറത്താണല്ലോ എക്കോ മെഷീനൊക്കെ ഉള്ളത്, റൂമിന്റെ അകത്ത്. അവിടെ ഇരുന്ന് അവർ ചെക്ക് ചെയ്യുന്നത് ആള്. അതേപോലെ രണ്ട് തരത്തിലും വരാം, ഓപ്പറേഷൻ തിയേറ്ററിൽ വരാം. ഇതിനുള്ള ഓപ്പണിങ്സ് എന്ന് പറയുന്നത് ഹൈലി കാർഡിയാക്ക് സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റൽസിൽ മാത്രമായിരിക്കും ഇതിനുള്ള ഇത് വരിക. അപ്പൊ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ഉള്ള ഇതിൽ താല്പര്യമുള്ള കാർഡിയോ ടെക്നോളജിസ്റ്റ് ആണെങ്കിലും കാർഡിയോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഒക്കെ അവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. പെർഫ്യൂഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഹാർട്ട് ലങ് മെഷീൻ. ഇപ്പോ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം ഒരു മെഷീൻ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. താൽക്കാലികമായിട്ട് ഹാർട്ടിന്റെയോ ലങ്സിന്റെയോ ഒക്കെ പ്രവർത്തനം പുറത്തുള്ള ഒരു മെഷീനാണ് ചെയ്യുക. അപ്പൊ ആ മെഷീന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് പെർഫ്യൂഷൻ ടെക്നോളജി. അത്യന്തം ജാഗ്രത ആവശ്യമുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രംഗത്ത് ഇപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി കുറവാണ്. ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പോൾ കൂടുതൽ. ചെറിയ ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ്, പുറത്തുനിന്ന് തന്നെ ഇട്ടിട്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെർഫ്യൂഷൻ ടെക്നോളജിന്റെ ആവശ്യകത വളരെ വളരെ കുറവാന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിന്റെ ശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചിട്ട് വെന്റിലേറ്റർ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഇത് രണ്ടിനുള്ള വെന്റിലേറ്റർ, അതുപോലെ നമുക്ക് നമ്മുടെ ഈ ശ്വാസം എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും പൾമിനോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട പൾമിനോളജിക്കൽ ഡിസോർഡേഴ്സ്, അതിന്റെ ട്രീറ്റ്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മെയിനായിട്ട്. റെസ്പിറേറ്ററി ഒരു നിഷ് ഏരിയയാണ്, അധികം ഒരു ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു വരില്ല. പിന്നെ MRT, MIT മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. പണ്ട് എക്സ്റേ മാത്രമായിരുന്നു, ഇന്ന് കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം. സ്കാനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുൾ ബോഡി സ്കാനർ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇമേജിംഗ് ടെക്നോളജി. ഇനി റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാൻസർ ഒക്കെ വരുന്നവർക്കുള്ള ഇത് കൊടുക്കുന്നുണ്ടല്ലോ, റേഡിയേഷൻ അതുപോലത്തെ, അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ റേഡിയോ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് കോഴ്സസ് ആയിട്ട് തന്നെ ഇപ്പൊ വേറെ ഉണ്ട്. പണ്ട് രണ്ടും കൂടി ഒരുമിച്ചും ചെയ്യുമായിരുന്നു, ഇപ്പൊ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. പ്രോസ്തറ്റിസ്റ്റ് ആൻഡ് ഓർത്തോട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ലിംസ്, കൃത്രിമ അവയവങ്ങള്, അതിന്റെ ആവശ്യക്കാർക്കുള്ള അവരുടെ അളവെടുക്കുക, അത് ഉണ്ടാക്കുക, അതിന്റെ മെയിൻ്റനൻസ്, അതുപോലെ അപ്പൊ അതിൽ എല്ലാ വിധത്തിലുള്ള വരും. ഒന്നുകിൽ നമ്മൾ അതിന്റെ ഫാക്ടറിയിൽ ജോലിയാവാം, സെയിൽസിലാവാം, അതല്ലെങ്കിൽ ആക്ച്വലി ക്ലിനിക്കൽ സെറ്റപ്പിലൊക്കെ ഉള്ള ജോലിയാവാം, റീഹാബിലിറ്റേഷൻ സെന്ററിൽ ആവാം. ഇവിടെയൊക്കെ ഈ അത് 4.5 years ആണ്. 4 years കോഴ്സും 5 years പിന്നെ 6 months ഇന്റേൺഷിപ്പും. വളരെ കുറഞ്ഞ സ്ഥലത്തെ ഈ കോഴ്സ് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇറങ്ങി വന്നവർക്കൊക്കെ ഇപ്പം ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മെക്കാനിക്കൽ സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഈ കമ്പനീസിന്റെ സെയിൽസ് വിഭാഗത്തിലും ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് പ്ലീസ്. ഓപ്റ്റോമെട്രിസ്റ്റ്, നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി, അതുപോലെ ലെൻസ്, അതിന്റെ ഫാബ്രിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ഓപ്റ്റോമെട്രിസ്റ്റ്. നമുക്ക് ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഇന്ന് വേണമെന്നൊക്കെ പറയുന്ന ആളാണ് ഓപ്റ്റോമെട്രിസ്റ്റ്. ഈ കോഴ്സും ഇപ്പോൾ 5 വർഷം ആക്കിയിട്ടുണ്ട്, നേരത്തെ 4 ആയിരുന്നു. അപ്പോ അതിനിപ്പോ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഈ കോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തിയിട്ടുള്ള ഒരു മേഖലയാണ് തൽക്കാലം ഓപ്റ്റോമെട്രിസ്റ്റ് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ ന്യൂറോ ടെക്നോളജിസ്റ്റ്, അത് നമ്മളെ ഈ ഞരമ്പും ബ്രെയിനും, നമ്മളെ ന്യൂറോളിക്കൽ സിസ്റ്റം, ബ്രെയിനൊക്കെ ഇതുള്ള അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്, ഒരു ന്യൂറോളജിസ്റ്റിനെ സഹായിക്കുന്ന ആളാണ്. നമ്മളെ നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് പോലുള്ള ഒരുപാട് ടെസ്റ്റ്, അതുപോലെ നമ്മൾ സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, കോൺഷ്യസ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മളെ തോട്ട് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്രെയിൻ, ഇതൊക്കെ പഠിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ന്യൂറോ സയന്റിസ്റ്റ്. റിസർച്ച് ഒക്കെ പോകുന്നുള്ളവർക്ക് ഇത് വളരെയധികം നല്ലൊരു കോഴ്സാണ്. കാരണം PG ഒക്കെ കഴിഞ്ഞ് ഒരു PhD ഒക്കെ എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം ഈ നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ഘടകങ്ങളൊക്കെ
അതിലുണ്ട്. ഇപ്പോൾ ആസ് ഓഫ് നൗ ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ 4 year ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ദിസ് പ്രൊഫഷണൽ വിൽ അസിസ്റ്റ് സർജൻസ് ആൻഡ് ഫിസിഷ്യൻസ് ഇൻ കണ്ടക്ടിങ് invasive and non-invasive diagnostic test like electroencephalogram പോലുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഇവരാണ്. പിന്നെ നമുക്ക് വരുന്നത് പ്രധാനമായിട്ടും പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവർ പ്രിവെന്റീവ് സൈഡാണ് നോക്കുക. ബാച്ചലർ ഓഫ് ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ അതിൻ്റെ മാസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി സെറ്റപ്പിലൊക്കെ ചെയ്യുന്ന ആളുകളാണ്. കുറെ ആളുകൾ ഈ ക്ലിനിക്കലിന് താല്പര്യമില്ല, MBBSും അതുപോലെ BDS ഒക്കെ എടുത്തിട്ട് PGക്ക് MPHന് പോകുന്ന ആളുകളുണ്ട്. അവരെ ജോബ് ഓപ്പണിങ്സ് മെയിൻലി ഈ ഇതുപോലെ ഈ മെഡിക്കൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ്സ് എടുത്തിട്ട് PGക്ക് പോകുന്നതിന് കുറച്ചും കൂടി ഇതിൽ നല്ല സാധ്യത ഉണ്ട്. ഒരു PG ഉള്ളവർക്കാണ് കൂടുതൽ ഇത് കിട്ടുക. പിന്നെ നമ്മൾ വരുന്നത് ഇതിൽ നമ്മൾ വിട്ടുപോയെന്ന് തോന്നുന്നുണ്ട്, ഈ ന്യൂക്ലിയർ മെഡിസിൻ. അതായത് ചില മെഡിസിൻസിൽ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഇത് വരും. അപ്പോൾ നമ്മൾ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അത് റേഡിയോ ആക്റ്റീവ് പ്രവർത്തനങ്ങൾ നടത്തും ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്ലൈറ്റ്ലി. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനാണ്. അതും അതേപോലെ തന്നെ ചില റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചില ഡയഗ്നോസിസ് നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കാൻ നേരത്തെ പറഞ്ഞല്ലോ, MIT, അതിൻ്റെ പെറ്റ് സ്കാൻ എന്ന് പറയുന്നുണ്ട്. പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സ്കാനിങ് ആണ്, കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകും. അപ്പോൾ അതിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഇതേപോലെയുള്ള മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ ന്യൂക്ലിയർ മെഡിസിൻ ഒരു നിഷ് ഏരിയയാണ്, കുറഞ്ഞ ഓപ്പണിങ്സേ ഉണ്ടാവുള്ളൂ. അതുപോലെ കോഴ്സും വളരെ കുറഞ്ഞ സ്ഥലത്തേ ഉള്ളൂ. പിന്നെ ഒന്ന് എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ട്രോമ കെയർ എന്ന് പറയുന്നത്. അത് ലോകത്തെല്ലായിടത്തും അതിന് പാരാമെഡിക്കൽ എന്നാണ് പറയുക. ഇന്ത്യയിൽ നമ്മൾ അതിന് EMT, എമർജൻസി മെഡിക്കൽ അല്ലെങ്കിൽ ട്രോമ കെയർ എന്ന് പറയുന്നത്. പെട്ടെന്ന് അപകട സ്ഥലത്തൊക്കെ ആദ്യമായിട്ടുള്ള എത്തുന്ന ആളുകൾ ഇവരാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അവര് കെയർ കൊടുക്കുന്ന, പ്രൈമറി കെയർ കൊടുക്കുന്ന, പ്രീ ഹോസ്പിറ്റൽ കെയർ ഇൻ എമർജൻസി. അതുപോലെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ രോഗികളെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്, അതായത് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അവരെ കണ്ടീഷൻസ് സ്റ്റെബിലൈസ് ചെയ്ത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ രംഗത്ത് ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി, ഇത് രണ്ടും കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ഈ എമർജൻസി മെഡിസിനും ക്രിട്ടിക്കൽ കെയറും രണ്ടാണ്. ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി എന്ന് പറയുന്നത് ICUവിൻ്റെ അകത്ത്, അല്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകൾ ICUവിൻ്റെ അകത്ത് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ICUവിൻ്റെ അകത്തുള്ള മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതും അവിടെയുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റ് ആണ് ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക, ഇത് രണ്ടും ഒന്നല്ല. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. പിന്നെ നമ്മൾ ഒരുപാട് വേറെയും പുതിയ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഇത് വരുന്നുണ്ടല്ലോ, ഇൻസെമിനേഷൻ ഒക്കെ നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രഗ്നൻസി ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, എന്തായാലും പറയാം, UVF എന്നൊക്കെ പറയുന്ന കുറേ ഇതുണ്ട്. അപ്പോൾ അതിലുള്ള PG കോഴ്സസ് വേറെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഡിപ്ലോമ കോഴ്സസ്, നിങ്ങൾ LBSന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സസിന്റെ പേരുകളൊക്കെ കാണാം. കേരളത്തിൽ പ്രധാനമായിട്ടും ഇതേപോലെ അലൈഡ് ഹെൽത്തിന്റെ ഡിപ്ലോമ കോഴ്സസ് വരുന്നത് DPharm, DMLT, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. ഇതൊരു ടെർമിനൽ കോഴ്സാണ്, അതിൽ PG ഇല്ല. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ഗവൺമെന്റ് സർവീസിലേ അവർക്ക് ജോലിയുള്ളൂ, മറ്റേ പുറത്ത് ജോലിക്ക് സാധ്യത ഒന്നുമില്ല. പിന്നെ നമ്മൾ പറയുന്നത് ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി. ഇത് 2 year അല്ല, 3 year ആണ്. ബാക്കിയുള്ള 2 year ഡിപ്ലോമയാണ്. ഓഫ്താൽമിക്, കണ്ണടൻ്റെ ഒക്കെ, ഡെന്റൽ മെക്കാനിക്, അതുപോലെ ഡെന്റൽ ഹൈജീനിസ്റ്റ്. ഇത് രണ്ടും ഇതേപോലെ ടെർമിനൽ കോഴ്സാണ്. ഡെന്റൽ മെക്കാനിക് എന്ന് പറഞ്ഞാൽ ഈ പല്ല് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ രൂപകൽപ്പന ചെയ്യുന്ന ആളാണ്. ഡെന്റൽ ഹൈജീനിസ്റ്റ് ഓറൽ ഹൈജീൻ, ഒരു ഡെന്റിസ്റ്റിനെ സഹായിക്കുന്ന ആളാണ്. ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ്, അതും ഇതേപോലെ തന്നെയാണ്, ടെർമിനൽ കോഴ്സാണ്.
പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, നേരത്തെ ഡിഗ്രി കോഴ്സ് പറഞ്ഞില്ലേ, അതിൻ്റെ ഡിപ്ലോമ, കാർഡിയോവാസ്കുലറിൻ്റെ ഡിപ്ലോമ, പെർഫ്യൂഷൻ, ന്യൂറോ ടെക്നോളജി, ഡയാലിസിസ്, എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഇതൊക്കെ ഡിപ്ലോമ ഇൻ സ്റ്റെറൈൽ ടെക്നോളജി, ഇതൊക്കെ ഡിപ്ലോമ കോഴ്സാണ്. ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ്, ഡയാലിസിസ് ടെക്നോളജി, ഓപ്റ്റോമെട്രി, MLT, MIT, MRT, പെർഫ്യൂഷൻ, BSLP, BCVT, ബാച്ചുലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, ന്യൂറോ ടെക്നോളജി, BOT, BPT, ഡെവലപ്മെന്റ് തെറാപ്പി, റേഡിയോതെറാപ്പി. ഇത്രയാണ് നമ്മൾ കേരളത്തിലുള്ള ഡെവലപ്മെന്റ് തെറാപ്പി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം തുടങ്ങി കണ്ടിട്ടില്ല. ഇത്രയുമാണ് ഡിഗ്രി കോഴ്സസ് കേരളത്തിലുള്ളത്. ചിലത് പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഹോമിയോ ഫാർമസിന്റെ 1 ഇയർ കോഴ്സ് ഉണ്ട്, ആയുർവേദ ഫാർമസിന്റെ 1 ഇയർ കോഴ്സ് ഉണ്ട്, അതുപോലെ ആയുർവേദ തെറാപ്പി, മാസിയർ, അതുപോലെ ഈ ഇതൊക്കെ ആക്കുന്ന 1 ഇയർ കോഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഒരുപാട് പ്രീമിയർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, ചണ്ഡീഗഡ്. അവിടെയൊക്കെ എൻട്രൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോമിനൽ ഫീസ് ഒരു വർഷത്തിൽ 250 രൂപയ്ക്ക് ഇതിലുള്ളൂ. ജിപ്മർ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, ജാമിയ ഹംദർദ്, എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവിടെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. SV നിർത്താർ, പ്രത്യേകിച്ചിട്ട് റീഹാബിലിറ്റേഷൻ സയൻസസ്, ഓക്യുപേഷൻ തെറപ്പി, BSLP, പ്രോസ്തറ്റിക്സ്, ഓർത്തോസിസ്, ഫിസിയോതെറപ്പി, ഇതൊക്കെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. SV നിർത്താർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, ഒറീസ, കട്ടക്കിലുള്ളതാണ്. NILD കൽക്കട്ട, PDNIPPD ഡൽഹി, അതുപോലെ ചെന്നൈ. ഇവര് ഒക്കെ ഒന്നിച്ചിട്ട് ഒരു ഓൾ ഇന്ത്യ ടെസ്റ്റ് നടത്തുന്നുണ്ട്, കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഫോർ BPT, BOT ആൻഡ് BPO ആൻഡ് ഓൾസോ BSLP. ഇത് നടത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ഫീസിൽ വളരെ ഏറ്റവും മികച്ച ക്ലിനിക്കൽ എക്സ്പോഷറും ട്രെയിനിങ്ങും കിട്ടും. അതുപോലെ ഈ BSLPക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഒന്ന് മൈസൂരിലെ AIIS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അതേപോലെ അലിയാബർ യങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ്. ഇതിന് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന് ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിസർച്ച്, അവിടെ പ്രധാനമായിട്ട് PG കോഴ്സസ് ആണ് ഉള്ളത് റീഹാബിലിറ്റേഷനിൽ. അതുപോലെ പ്രൈവറ്റിലാണെങ്കിൽ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഒന്ന് CMC വെല്ലൂർ, അവിടെ വളരെ കുറഞ്ഞ സീറ്റേ ഉണ്ടാവുള്ളൂ, പ്രവേശനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, 1-2 ജനറൽ സീറ്റ്സ് ഉണ്ടാവുള്ളൂ ഓരോ കോഴ്സസിലും. കേരളത്തിലാണെങ്കിൽ അമൃത കൊച്ചി, MCHP മണിപ്പാൽ കോളേജ് ഓഫ് ഹെൽത്ത് പ്രൊഫഷൻസ്, ശ്രീരാമചന്ദ്ര ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച്, JSS മൈസൂർ, അതുപോലെ ഒരുപാട് കോഴ്സസ് ഉള്ള സ്ഥലമാണ്. SRM ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്വാളിറ്റി അത്ര മികച്ചതല്ലെങ്കിലും ഒരുപാട് കോഴ്സസ് അവിടെയുണ്ട്. ജാമിയ ഹംദർദ്, ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഡിപ്ലോമ കഴിഞ്ഞവർക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രി ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സമയം കുറച്ച് അതിക്രമിച്ചു പോയി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് സെഷനിൽ കിടക്കാം. പ്ലീസ്. നിങ്ങൾക്കുള്ള ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ യു ക്യാൻ ഷൂട്ട് ഇറ്റ് റൈറ്റ് നൗ. സർ, കാർഡിയോവാസ്കുലറിന്റെ സാധ്യതകളെ കുറിച്ചൊന്ന് പറയാമോ? യെസ്, പറയാം. കാർഡിയോവാസ്കുലർ ടെക്നോളജി ഒരു നിശ്ചയ ഏരിയ ആണ്. ഹാർട്ട് സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റൽസിൽ മാത്രമേ ഇവർ ആവശ്യം വരുള്ളൂ. 2 തരത്തിലാണ് അവർ വർക്ക് ചെയ്യുക. ഒന്ന്, ഒരു കാർഡിയോളജിസ്റ്റിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റ് ചെയ്യും. 2, ഒരുപാട് മെഷീനറീസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എക്കോ മെഷീൻ ഉണ്ട്, ECG ഉണ്ട്, അതുപോലെ ട്രെഡ്മിൽ പോലത്തെ ഇങ്ങനത്തെ മെഷീൻസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും ഇവരുടെ ജോലിയാണ്. അധിക സ്ഥലത്ത് ഇപ്പം നാരായണ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബംഗളൂരു, അതുപോലെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മിംസ്, അതുപോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതുപോലെ ഇപ്പം കുറേ പിന്നെ ഹോസ്പിറ്റൽസിലൊക്കെ ഹാർട്ട് കെയർ വരുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് അതിൻ്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് ഇവരെ ആവശ്യം വരുന്നത്. അപ്പോൾ അത്ര അധികം ജോബ് ഓപ്പണിങ്സ് ഇല്ല. എന്നാൽ ഇതിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റ് ഹോസ്പിറ്റൽസ് നമ്മളെ തേടി വരും. പക്ഷെ വലിയൊരു ഓപ്പണിങ്സ്, ജോബ് ഓപ്പണിങ്സ് ആസ് ഓഫ് നൗ ഇല്ല എന്ന് തന്നെ പറയാം. ഫൈൻ. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ പിക്ചർ, റൈറ്റ്? ക്ലിയർ ആണോ? താങ്ക് യു സർ. മനസ്സിലായി. താങ്ക് യു സർ. അതേപോലെ തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്റർ
അനസ്തേഷ്യ അതിന്റെ സാധ്യതകൾ? നമ്മൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫുൾ ടൈം തിയേറ്ററിന്റെ ഉള്ളിലാണ് ജോലി. പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ലാതെ ചെയ്യേണ്ട ആളാണ് നമ്പർ 1. അതേസമയം നല്ല സൂക്ഷ്മത, ജാഗ്രത, ഇത് രണ്ടും വളരെയധികം ആവശ്യമുള്ളൊരു മേഖലയാണ്. പിന്നെ എമർജൻസി ആയിട്ട് എപ്പോൾ വിളിച്ചാലും നമ്മൾ പോകാൻ തയ്യാറായിരിക്കണം. ഇതൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അഭിരുചി എന്ന് പറയുന്നത്. അതിനുള്ള ജോബ് ഓപ്പണിങ്സ് എത്ര എന്നുള്ളത് ഇപ്പോൾ മിക്കവാറും സ്ഥലത്തൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഉണ്ട്. ഗൾഫിലും അത്യാവശ്യം ഇപ്പോൾ ജോബ് ഓപ്പണിങ്സ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. അതൊക്കെയാണ് അതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അബൌട്ട് BOT സ്കോപ്പ്. BOT എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ഇപ്പോൾ വെരി ഹൈ ഇൻ ഡിമാൻഡാണ് ഈ പ്രൊഫഷണൽസിന് ഇപ്പോൾ ഉള്ളത്. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ ഇത്രയും ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല, കാരണം ഒരുപാട് പുതിയ കോളേജസിൽ ഈ കോഴ്സ് വന്നു. പല സ്ഥലത്തും 100ഉം അതിൽ കൂടുതലൊക്കെ ആൾക്കാരെ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ NCHBന്റെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അടുത്ത കൊല്ലം കൂടി നടപ്പിലാക്കുമ്പോൾ അവര് ഇൻടേക്കിന് കുറച്ചൊക്കെ ഒരു കൺട്രോൾ വരുമായിരിക്കും. എന്നാലും ആസ് ഓഫ് നൗ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന MBBS ഡോക്ടറെക്കാളും ഒരുപക്ഷെ ഒരു റെസിഡന്റ് മെഡിക്കൽ ഓഫീസറിനെക്കാളും കൂടുതൽ സാലറി ഒക്കെ വാങ്ങുന്ന ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് ഇന്ത്യയിലുണ്ട്. അതേപോലെ GCC കൺട്രീസ്, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലൊക്കെ ഇപ്പം നല്ല ഡിമാൻഡ് ഉണ്ട്. അതേസമയം നിങ്ങൾ കാനഡയിൽ പോകുന്നുണ്ടെങ്കിൽ യു വിൽ റിക്വയർ മിനിമം PG, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. USA ഇപ്പം PG പ്ലസ് ഡോക്ടറേറ്റ് അവർ നിർബന്ധമാക്കാൻ പോകുന്നുണ്ട്. ക്ലിയർ ആണോ? BASLP എന്ന് പറയുന്നത് നമുക്ക് 2 ഭാഗത്തേക്ക് തിരിയാം. ഒന്നുകിൽ നിങ്ങൾക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റ് ആവാം. നമുക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യാം, ഹോം സർവീസ് കൊടുക്കാം. 4 ഇയേഴ്സേ പഠിച്ചാൽ മതി. അതിൽ 3 കൊല്ലമേ ഉള്ളൂ സ്റ്റഡി ഉള്ളൂ, 1 കൊല്ലം ഫുള്ള് ഇന്റേൺഷിപ്പാണ്. ബയോളജി എടുക്കാത്ത ആളുകൾക്കും ഈ കോഴ്സിന് പോവാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷൻ ഉള്ളവർക്കും ഈ കോഴ്സിന് പോവാം. ഇപ്പം നല്ല ഡിമാൻഡ് ഉണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിന് ഇന്ത്യയിൽ, പുറത്തും അതേപോലെ ഡിമാൻഡ് ഉണ്ട്. അതേപോലെ ഓഡിയോളജിസ്റ്റിനും വിദേശ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ക്ലിനിക്കിൽ മാത്രമല്ല, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാർക്കറ്റിംഗ് വിങ്ങിലും പോകാം. അതേപോലെ ഇവര് ഇതുണ്ടാക്കുന്ന ഈ ഡിവൈസസ് ഉണ്ടാക്കുന്ന, ഈ ഹിയറിംഗ് ഡിവൈസ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, ഫാക്ടറീസ്, കമ്പനീസ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടെക്നീഷ്യനായിട്ട് അവിടെ ജോലി ചെയ്യാം, ടെക്നോളജിസ്റ്റായിട്ട് ജോലി ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ മാർക്കറ്റിങ്ങിൽ അവിടെയും സ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല കമ്മീഷൻ കൊടുക്കുന്ന ഏർപ്പാടാണ്. കാരണം ഈ ഡിവൈസസ് ചെറുതാവും തോറും അതിന്റെ വില കൂടും. അപ്പൊ നമ്മൾ ഏറ്റവും വില കൂടിയത് ആളെ പഠിപ്പിക്കുകയാണെങ്കിൽ 50% വരെ കമ്മീഷൻ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ആസ് ഓഫ് നൗ വളരെ, പിന്നെ ഇത് RCAന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ RCA ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അവര് ഒരു 20-30 പേരൊക്കെ ഒരു സ്ഥലത്ത് ഒരു കോഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ കോളേജുകൾ അവര് അപ്ലിക്കേഷൻ കൊടുക്കാനും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ചുരുങ്ങിയ കോളേജിലെ കോഴ്സുള്ളൂ. അവിടെയൊക്കെ തന്നെ സ്ട്രെങ്ത്തും വളരെ കുറവാണ്. 20-30 പേരൊക്കെ ഉള്ളൂ മിക്ക കോളേജിലും ഇതിന് ഉള്ളൂ. കേരളത്തില് 5 സ്ഥാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതെ, അതിൽ 2 ഗവൺമെന്റ് ഓൺഡ് സെൽഫ് ഫിനാൻസിങ് ആണ്. ബാക്കി 3 ഇതാണ്, ഇത് പ്രൈവറ്റ് ആണ്. 3 അല്ല 4 അല്ലേ 6 ഉണ്ട്. ഓക്കെ, ഫൈൻ. യെസ്. BPT എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി, മൊബിലിറ്റിയും പെയിൻ റിലീഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് നമ്മൾ ഓർഗൻസിന്റെ. അതിലിപ്പോ ഒരു ചെറിയൊരു സാച്ചുറേഷൻ ഇതുണ്ട് ജോബ് സ്കോപ്പിനെ നോക്കുമ്പോൾ. കാരണം ഒരുപാട് പേര് ഇത് കഴിഞ്ഞ് ഇറങ്ങിയവരുണ്ട്. അതിന് മാത്രം ഉള്ള പ്ലേസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇല്ല. അതേസമയം ഇതിൽ നല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാം. സ്പോർട്സ് രംഗത്ത്, അതുപോലത്തെ പിന്നെ അതുപോലെ ന്യൂറോ, ഇതൊക്കെ വിവിധ പീഡിയാട്രിക്സ് ഇതുപോലത്തെ ഒക്കെ ഇത് ചെയ്തിട്ട് നന്നായിട്ട് സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരും ഇല്ലാതില്ല. ജോലി സാധ്യത ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻസ് ഫ്രം ടൈം ടു ടൈം. അത് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്
കണ്ടുപിടിക്കുന്നതാണ്. ഫിസിയോതെറാപ്പി, BPT, BOT, BSLP, ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി എന്തെങ്കിലും എനിത്തിങ് എൽസ് പ്ലീസ്? ഓപ്പൺ. ഫ്ലോർ ഈസ് ഓപ്പൺ. Fine. There are 24 participants as of now. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ നോട്ട് മൈ വാട്സ്ആപ്പ് നമ്പർ. യു ക്യാൻ സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ്. ഐ വിൽ ഡെഫിനറ്റ്ലി റെസ്പോണ്ട്. 980-9027505 is my WhatsApp number. 980-9027505. ഞാൻ മെസ്സേജിൽ എഴുതിയിട്ടുണ്ട് my WhatsApp number. You can text message. You can text your queries to this number. I will definitely respond. May not be the same day, at least within 24 hours. താങ്ക് യു സർ, താങ്ക് യു. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എങ്ങനെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സർ. Welcome, most welcome. Thank you, Zakaria sir, for your feedback. Thank you very much. He is the senior most career counselor with City. ഏറ്റവും ഇൻഫോർമേറ്റീവും നല്ല ക്ലിയർ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, പ്ലസന്റ് എല്ലാം ഒത്തുചേർന്നാൽ ഒന്നാം തരം ക്ലാസ് ആയിരുന്നു. പങ്കെടുത്ത ആളുകൾക്ക് അത് വളരെ വളരെ യൂസ്ഫുൾ ആവും. താങ്ക് യു. Thank you very much, sir. It means a lot to me coming from your mouth. പിന്നെ കൂടുതൽ ഇല്ലെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ് അല്ലേ? വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? Okay, friends. Thank you very much for your patience listening right through.